സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ബുധനാഴ്ചയുടെ സന്ധ്യാസമയത്ത് ഈ ആലയത്തിൽ നമുക്ക് ചുരുക്കം ആളുകളെ ഉള്ളുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കൊച്ചുമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഈ പരിമിതമായ സമയത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. എണ്ണമനുസരിച്ച് നോക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 1 മുതൽ അധ്യായങ്ങളെ എണ്ണിയാൽ 28 അധ്യായങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുന്നു എന്നുള്ളത് അധ്യായങ്ങളുടെ തിരിവിൽ കണക്കിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ശരിയാണെങ്കിലും അതിനേക്കാൾ ഗൗരവമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഒരധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് ബന്ധപ്പെട്ട് അതിനുശേഷം വരേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുകയില്ല താനും. 25-ാമത്തെ അധ്യായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് 24-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പരിചയമുള്ളതും അതിനകത്ത് പറയുന്നതായ കാര്യങ്ങൾ കാണാപ്പാഠം തന്നെ പഠിച്ചിട്ടുള്ളതുമാണ്. 24-ാം അധ്യായത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശിഷ്യന്മാര് യെരുശലേം ദേവാലയം വിട്ട് പോകുന്നതായ സമയത്ത് കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദേവാലയത്തിൻ്റെ മനോഹരമായ പണിയെ പ്രത്യേകമായി ഒന്ന് ചൂണ്ടിക്കാണിച്ച് ആ കാര്യാദികൾ കർത്താവുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാര് ആ കാര്യം ഓർപ്പിച്ചപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ മേൽ വരുന്ന യഹൂദ ജാതിയുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് കർത്താവ് അവരെ ഓർപ്പിച്ചു എന്നാണ് 24-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ നാം കാണുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ: അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താ എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ശിഷ്യന്മാർക്ക് കർത്താവിൽ നിന്ന് ആവശ്യമായിരിക്കുന്നത്. ഒന്ന്, ഇത്ര മനോഹരമായ ദേവാലയം യഹൂദന്മാർക്ക് ലോകത്തിൽ പലസ്തീൻ നാട്ടിൽ യെരുശലേമിൽ ഏക ദേവാലയം മാത്രമേ ഉള്ളൂ. പിന്നെ രാജ്യത്തൂടെ ഉള്ളതെല്ലാം സിനഗോഗുകളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളാണ്. അനേക നാളുകളത്തെ ദീർഘമായ
നാളുകളിലെ അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയതാണ് യെരൂശലേം ദേവാലയം. ശലോമോനാണ് ആദ്യം ദേവാലയം പണിതതെന്നും അതിൻ്റെ പ്രതിഷ്ഠോത്സവം നടത്തിയതെന്നും നാം മനസ്സിലാക്കുന്നു. പിന്നീട് അതിന് കേടുപാടുകൾ വന്നപ്പോൾ എസ്ര, നെഹമ്യാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ആ ദേവാലയത്തെ പുനരുദ്ധരീകരിച്ചതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. എസ്ര, നെഹമ്യാവ് എന്നിവരുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, വീണ്ടും ദേവാലയത്തിന് കേടുപാടുകൾ വന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഹെരോദ രാജാവ് പുതുക്കി പണിയുവാൻ സഹായിച്ച ആ ദേവാലയമാണ് നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് യെരൂശലേമിൽ ഉണ്ടായിരുന്നത്. ആ ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിച്ചതും കർത്താവ് ഈ മറുപടി പറഞ്ഞതും. ഈ ചോദ്യം ചോദിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച കാര്യം 23-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ കണ്ണിക വായിക്കുമ്പോൾ അറിയാം. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് അവരുടെ മനസ്സിൽ അവരെ സ്പർശിച്ചതായ കാര്യം. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് കർത്താവിനെ ഓർപ്പിക്കുവാനും ആ ദേവാലയത്തെക്കുറിച്ച് യെരൂശലേം നശിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ 3 ചോദ്യം ആണ് ചോദിച്ചത്. അത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാട്ടെ. ഏത്? യെരൂശലേം ദേവാലയത്തിൻ്റെ നാശം. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുമെന്ന് പറഞ്ഞത് അത് എങ്ങനെ, എപ്പോൾ സംഭവിക്കും എന്നാ ചോദിച്ചത്. അതോടുകൂടെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് ഇസ്രായേൽക്കാർ ഒരുമിച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും ഇസ്രായേൽക്കാരുമായിട്ടും ഇനി വീണ്ടും മുഖാമുഖം കാണുവാൻ ഇടയാകുമെന്ന അതിൻ്റെ അർത്ഥം. സക്കറിയ പ്രവചനത്തിൽ ആ കാര്യങ്ങളെല്ലാം വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2-ാമത്തെ ചോദ്യം ചോദിച്ചത് നിന്റെ വരവിൻ്റെ അടയാളം എന്താണ്? ഇനി നീ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ചും കബറടക്കത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചത്. മാത്രമല്ല, ഈ ലോകം അവസാനിക്കുമെന്നൊക്കെ നീ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതും എപ്പോൾ സംഭവിക്കും എന്ന് 3 ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ഇനി കർത്താവ് പറയുന്നത് മുഴുവൻ 24-ാം അധ്യായം മുഴുവൻ ആ 3 ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല, ഇതേ വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. ഇതേ വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലുമുണ്ട്. 3 സുവിശേഷങ്ങളിൽ 3 അധ്യായങ്ങളിലായി 3 പേരും വിടാതെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അതെപ്പോൾ സംഭവിക്കും, യേശുവിൻ്റെ വരവിൻ്റെ അടയാളം എന്താണ്, അതുപോലെ ഈ ലോകാവസാനത്തിൻ്റെ അടയാളം എന്താണ്. ലോകാവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകം സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സുദീർഘമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകമെന്ന വാക്ക് വിവിധ അർത്ഥങ്ങളിൽ തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും 6 അർത്ഥമുണ്ട് എന്നും നമ്മൾ ചിന്തിച്ചതിൽ ഒരർത്ഥമായി ഇവിടെ ഈ ലോകം എപ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ആകാശം എപ്പോൾ തീർന്നു പോകും, ഈ ഭൂമി എപ്പോൾ തീർന്നു പോകും എന്നുള്ളതല്ല. പിന്നെയോ ഇത് പരിവർത്തനങ്ങളാൽ നിലനിന്ന് പോകുന്ന ഒന്നാണ്.
ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന ഭൂമിയും പരിവർത്തനങ്ങളാൽ നിലനിന്ന് പോകുന്നതാ. ഇനി ആയിരിക്കുന്ന ഈ ഭൂമിയും ദൈവത്തിന്റെ അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു വീണ്ടും നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമായും ഇത് രൂപാന്തരപ്പെടുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചതുപോലെ ഇത് പരിവർത്തനത്താൽ നിലനിന്ന് പോകുന്നതാ. എന്നാൽ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകാവസാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ യുഗം എപ്പോൾ അവസാനിക്കുമെന്ന, ഈ യുഗം എപ്പോൾ അവസാനിക്കുമെന്ന, ഇതുപോലെയുള്ള ഈ പോക്ക്, ഇതുപോലെയുള്ള ഈ ഭൂമിയുടെ അവസ്ഥ അതെത്ര നാളുണ്ട്? അതുകൊണ്ട് പിന്നെ മറ്റൊരു യുഗം ഉണ്ടാകുമെന്നറിയാം. ഈ ആകാശം തീക്കായി, ഈ ആകാശഭൂമി തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവമക്കളായ നമ്മൾ ഈ ആകാശഭൂമിക്ക് വേണ്ടിയിട്ടല്ല നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഇത് തീർന്നാൽ അവിടെ അങ്ങനെയുണ്ട് എന്നൊക്കെ വ്യക്തമായി. അതുകൊണ്ട് ഈ 3 സുവിശേഷത്തിൽ 3 അധ്യായങ്ങളിലായിട്ട് കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് 3ഉം കൂട്ടിക്കലർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം പഠിക്കുന്ന ഒരാള് ഈ 3 അധ്യായങ്ങൾ എടുത്തിട്ട് 3 ചോദ്യങ്ങൾ മാറ്റി മാറ്റി എഴുതിയിട്ട് ഓരോന്നിൻ്റെയും മറുപടി നാം തന്നെ തിരിച്ച് ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചു നോക്കുമ്പോൾ അറിയാം യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യേശുവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ യുഗം തീർന്നിട്ട് മറ്റൊരു യുഗം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ ദൈവാത്മ സഹായത്താൽ അല്ലെങ്കിൽ മറ്റ് മുൻകൂട്ടി വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് പഠിച്ച് തിരിക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ 24-ാം അധ്യായം 3 ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇനി 24-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെ നിങ്ങൾ 44-ാമത്തെ വാക്യം 24-ന്റെ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? അടുത്ത ഒരു ചോദ്യമാണ്. കർത്താവ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചതാ, മറ്റേ ശിഷ്യന്മാർ 3 ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചതാ. അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അതാണ് പ്രബോധനം, എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ. എന്നാൽ ചോദ്യം ഇതാ, യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാറ്. യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ആ കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ ആരാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ആ സംഭവം അവിടെ സാധാരണയാണ്. വീട്ടിലെ യജമാനൻ വീട്ടിലുള്ളവർക്ക്, അവിടെ വരുന്ന പ്രധാന അതിഥികൾക്ക്, സ്വന്തപ്പെട്ടവർക്കൊക്കെ ഇന്ന വിധത്തിൽ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനായിട്ട് ആക്കി വയ്ക്കുന്ന ദാസന്മാർ പഴയ നിയമകാലത്തിലും 1-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു. തനിക്ക് വേണ്ടി തൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നയാളുടെ പേരാണ് കാര്യസ്ഥൻ. അതാരാ? ഏലയാസാർ. പിന്നെ ദാസന്മാരുണ്ടായിരുന്നു, ബാല്യക്കാരുണ്ടായിരുന്നു, കൂലിക്കാരുണ്ടായിരുന്നു. 4 കൂട്ടം ആളുകളുണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ. കാര്യസ്ഥൻ, ബാല്യക്കാര്, ദാസന്മാര്, കൂലിക്കാര്. മുടിയമ്പുത്രം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇനി മകനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല, അപ്പൻ എന്നെ എങ്ങനെ കരുതിയാൽ മതി? കൂലിക്കാരിൽ ഒരുത്തനെ പോലെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയതാരാ? ബാല്യക്കാര് അല്ലേ? ബാല്യക്കാര്. കല്യാണം അന്വേഷിക്കാൻ വിട്ടതാരിയാ? ഇസഹാക്കിന് കാര്യസ്ഥൻ ഏലയാസാറിനെ. അപ്പം ഞാൻ പറഞ്ഞത്, ആ വീട്ടിൽ യജമാനൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ നോക്കുന്ന കാര്യസ്ഥനുണ്ട്, ബാല്യക്കാരുണ്ട്, കൂലിക്കാരുണ്ട്, ദാസന്മാരുണ്ട്. ദാസന്മാരുടെ ജോലി കാല് കഴുകുക, അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെയാണ്, വളരെ താണത്. ബാല്യക്കാര്
കുറെ കൂടെ ഉന്നത നിലവാരത്തിലുള്ളവരാ. കാര്യസ്ഥൻ കഴിഞ്ഞാൽ കൂലിക്കാർ ഡെയിലി ബേസ് എന്ന് പറഞ്ഞ പോലെ വരും, പറയണം ജോലി ചെയ്യും, അത് മേടിച്ചോണ്ട് പോകും. അങ്ങനെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അവരുടെ മേൽ ആക്കി വെച്ച, ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? ഒരു ചോദ്യമാ. പക്ഷെ അവർക്ക് പറയാൻ ഇച്ചിരി വിഷമം വന്നു. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ആ യജമാനൻ ഇപ്രകാരം ആളുകളെ ഏൽപ്പിച്ചിട്ട് വരുന്നതുവരെയും ഭക്ഷണകാര്യം നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് യജമാനൻ വരുമ്പോൾ യജമാനൻ കൽപ്പിച്ചതുപോലെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദാസൻ ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? അവൻ ഭാഗ്യവാനാണ്. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വലിയ മർമ്മങ്ങളാ പറയുന്നത്. ഈ ഭൂമിയിൽ ആക്കി വയ്ക്കുന്ന, ഏൽപ്പിച്ചിരിക്കുന്ന ആയിട്ടുള്ള ഭൗതികമായ ഒരു കാര്യത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ നീതി നിർവഹിക്കാത്ത, വിശ്വസ്തത പാലിക്കാത്ത, ആത്മാർത്ഥത കാണിക്കാത്ത ഒരുത്തനെയും കർത്താവ് ഇഹത്തിലോ പരത്തിലോ തനിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കത്തില്ല. നമ്മുടെ വിചാരം, പണ്ട് സിനിരാജ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചില പ്രത്യേകതരം വർത്തമാനങ്ങൾ പെട്ടെന്ന് ഓർക്കുമല്ലോ. 10ാം ക്ലാസ് വരെ പഠിച്ചു, അതും തോറ്റ്. ഗുസ്തി പഠിക്കാൻ വിട്ടിട്ട് അവിടെയും തോറ്റ് തുന്നം പാടിയപ്പോൾ അച്ഛനാകാൻ വിട്ടെന്ന് പറഞ്ഞ പോലെ, ഇപ്പം പറഞ്ഞാൽ അതും തോറ്റ് തുന്നം പാടുമ്പോൾ ആരാകാൻ വരും? പാസ്റ്ററാകാൻ വരും. എന്ന് വെച്ചാൽ ലോകത്തിലുള്ള കാര്യാദികളെല്ലാം മടുത്ത് അതിലൊന്നിലും ഒരു നേട്ടവും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എങ്ങോട്ട് തിരിയും? ദൈവികമായ വിഷയത്തിലേക്ക് തിരിയും. ആ തിരിച്ചൽ യാഥാർത്ഥ്യമാണോ? അല്ല. അതാ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോ യജമാനന് കൽപ്പിച്ചതുപോലെ ചെയ്ത് കാണുന്ന ദാസന്മാരാരാണ്? ഭാഗ്യവാന്മാരാ. അവരെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ കാര്യസ്ഥൻ എങ്ങനെയാ ഉയർന്നു വരുന്നെന്നുള്ളത് മനസ്സിലായില്ലേ? നമുക്കറിയാം, ഈ ലോകത്തിൽ താഴേക്കടയിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ പിന്നീട് കാലങ്ങൾ പോകുമ്പോൾ, വർഷങ്ങൾ അതിനെന്താ പറയുന്നത്, സർവീസ് വർദ്ധിക്കുമ്പോൾ അങ്ങനെ സ്ഥലമാറ്റം കൊടുത്ത് ഇങ്ങനെ കയറി വരുന്ന സിസ്റ്റം നമുക്കും അറിയാം. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീക മർമ്മങ്ങളെ കർത്താവ് ഗ്രഹിപ്പിക്കുന്നത് എപ്പോഴും ഉദാഹരണങ്ങൾ കൊണ്ടും ഉപമാനങ്ങൾ കൊണ്ടുമാണല്ലോ കർത്താവ് അത് ഉറപ്പിക്കുന്നത്. എന്നാൽ മറിച്ച് കാര്യം പറയുക, എന്നാൽ അങ്ങനെയുള്ള അവൻ ദുഷ്ടദാസനായിട്ട് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നുകൊടുപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ശിക്ഷ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഇത് ഭൗതിക കാര്യമൊന്നുമല്ല, പിന്നെയോ ഇത് ആത്മീകമായ കാര്യമാണ്. അതിനകത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് എടുക്കുന്ന വാക്യം, എന്നാൽ യജമാനൻ 45-ാമത്തെ വാക്യം, തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. അപ്പൊ എങ്ങനെയാകേണ്ടത്? വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആകണമോ, അതെയോ ദുഷ്ടദാസനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച് അവസാനം വരുമ്പോൾ ശിക്ഷ ഏൽക്കുന്നവനായി തീരണമോ? ഇതാ ചോദ്യം. വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? അപ്പോൾ കർത്താവ് ഈ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം യെരൂശലേം നശിക്കും, ഇസ്രായേൽ രാഷ്ട്രം തകരും, ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തീർന്നു പോകും. അത് AD 70 സംഭവിച്ചു ചരിത്രത്തിൽ. വെസ്പേഷ്യൻ തീത്തോസ് എന്ന് പറയുന്ന റോമൻ സർവ്വ സൈന്യാധിപന്മാരാൽ വലിയ റോമാ സൈന്യത്തെ റോമൻ ചക്രവർത്തി യെരൂശലേമിലേക്ക് അയക്കുകയും യെരൂശലേമിനെ മുടിച്ച് തകർത്ത് നീക്കി നിരോധിച്ച ഇസ്രായേൽക്കാരെ കൊന്നുമുടിക്കാനും അതുപോലെ അവരെ അടിമകളാക്കാനും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ആ കാര്യം AD 70 സംഭവിച്ചു. ഇസ്രായേൽക്കാർ പലസ്തീൻ നാട് വിട്ട് ഓടി. ഒത്തിരി എണ്ണത്തിനെ ക്രൂശിൽ തൂക്കി കൊന്നു, ഒത്തിരി എണ്ണത്തിനെ വെട്ടിക്കൊന്നു, ദേവാലയം നശിപ്പിച്ചു, കുറേ ആളുകളെ അടിമകളാക്കി കൊണ്ടുപോയി. അങ്ങനെ ഇസ്രായേൽക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി
പോയി എന്ന. അതുകൊണ്ട് ഇപ്രകാരം വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ഒരു ദാസനായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്ന, രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, മാനസാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ, എല്ലാവരും തന്നെ ഒരു ദൈവ പൈതൽ ആരായി മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ മരിക്കുന്നിടം വരെയോ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നിടം വരെയോ ആ ഒരു ദൈവ പൈതൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ യേശുവിൻ്റെ ദാസനായി മാറണമെന്ന ഇത് പറഞ്ഞു കൊടുത്തിട്ട് കർത്താവ് തൻ്റെ ആഗ്രഹത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതേ ആഗ്രഹം തന്നെയാണ് കർത്താവിന് ഇന്ന് നമ്മോടുമുള്ളത്. 2010 കൊല്ലം കഴിഞ്ഞെങ്കിലും കർത്താവ് വന്നോ? ഇതുവരെ യെരൂശലേം AD 70 നശിച്ചു. കർത്താവിൻ്റെ വരവ് സംഭവിച്ചിട്ടില്ല. ഈ യുഗത്തിൻ്റെ അവസാനവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളും അപ്പോസ്തലന്മാരും അവരുടെ കാലത്ത് തന്നെ യെരൂശലേം നശിക്കുമെന്നും കർത്താവ് മടങ്ങി വരുമെന്നും യുഗം അവസാനിക്കുമെന്നും ആത്മാർത്ഥമായി വിശ്വസിച്ച്, അതുകൊണ്ട് മറ്റു കാര്യാദികളിലേക്ക് അധികം ഏർപ്പെടാതെ കർത്താവിൻ്റെ വരവിനെ നോക്കി കാത്തിരുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവർ വിഡ്ഢിയായില്ലേ എന്ന്? അവരുടെ കാലത്ത് കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് തന്നെ കൊല്ലം എത്രയായി? 2010 ഇത് 2011. ആ കാലം കൂട്ടിയാൽ 2010 കൊല്ലം കഴിഞ്ഞ് ഇതുവരെ എന്ത് സംഭവിച്ചിട്ടില്ല? കർത്താവ് വന്നിട്ടുമില്ല, യുഗം അവസാനിച്ചിട്ടുമില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, 3 അധ്യായത്തിൽ പറയുന്ന ഈ യെരൂശലേമിൻ്റെ നാശവും കർത്താവിൻ്റെ വരവും യുഗത്തിൻ്റെ അവസാനവും എപ്രകാരം എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു കൊടുത്ത മറുപടിയിൽ 1-ാം നൂറ്റാണ്ടിൽ 100 കൂട്ടം കാര്യമുണ്ടെങ്കിൽ കഷ്ടിച്ച് 90 അല്ല 5-10% കാര്യങ്ങൾ മാത്രമേ 1-ാം നൂറ്റാണ്ടിൽ നിറവേറിയിട്ടുള്ളൂ. 100 ലക്ഷണങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിഞ്ഞാൽ അതിൽ എത്രയേ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളൂ? 5 ഏറിയോ ഒരു 10 വരെ, അതെ, അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ 100 ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ എത്ര കിടപ്പുണ്ടെന്ന്? 90 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരും ഉടനെ വരും എന്ന് പറഞ്ഞ പോലെയല്ല 2011 നമ്മൾ പറയുമ്പോൾ. കാരണം ആ ലക്ഷണങ്ങൾ പഠിച്ചാൽ, വായിച്ചു നോക്കിയാൽ അതിൽ 90% ഇന്ന് നിറവേറി കഴിഞ്ഞു എന്ന് കാണുവാൻ കഴിയും. ഏറിയാൽ ഒരു 10 എണ്ണം മാത്രമേ ഇനി നിറവേറാനുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞ പോലെയല്ല ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞ പ്രവചനം നിറവേറിയോ? നിറവേറിക്കൊണ്ടിരിക്കുന്നു. എത്ര നിറവേറി? 90% ഇപ്പോൾ 2010 നിറവേറിയിട്ടുണ്ട്. അവശേഷിക്കുന്ന എത്ര മാത്രമാണ്? എന്നാൽ അന്ന് നിറവേറിയതോ 10% നിറവേറിയുള്ളൂ. പോയിട്ട് നിറവേറാൻ കിടക്കുന്നത് 90 ആയിരുന്നു. എന്നാൽ ഇന്നത് മറിച്ചാണ്. 90% നിറവേറിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ വരവ് എത്രയും വേഗം നടക്കും. അതുകൊണ്ട് ആത്മീയര് പറയുന്ന അവൻ്റെ വരവിൻ്റെ കാലൊച്ച എൻ്റെ ഹൃദയം കേട്ടു തുടങ്ങിയെന്ന്. ഒരു മനുഷ്യൻ ഷൂസ് ഇട്ടിങ്ങോട്ട് വന്നാൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് മെതിയടി എന്ന് പറയുന്ന മരം കൊണ്ടുള്ള ഒരു ചെരുപ്പുണ്ട്, അതിട്ട് നടന്നു കഴിയുമ്പോൾ ഈ പാട്ടിൻ്റെ താളം അടിക്കുന്ന പോലെ തന്നെ ശബ്ദം കേൾക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് കഴിയും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വൈദിക സെമിനാരിയുടെ കാലത്ത് അന്ന് അധ്യാപകരും ഈ ദേറാകളിൽ താമസിക്കുന്ന ദേറാവാസികളുമൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഏതാ? അന്നത്തെ നമ്മുടെ ബിഷപ്പും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കുളിക്കാൻ പോകുമ്പോൾ അതിട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം അന്ന് എന്തില്ല, അന്ന് ഇപ്പോഴത്തെ പോലെയുള്ള ആ ചെരുപ്പില്ല. നനഞ്ഞാൽ കേടുവരുന്ന ചെരുപ്പുകളാ പണ്ട് കാലത്തുള്ള ലെതർ മാത്രം. പിന്നീടാണ് ഇപ്പോഴത്തെ സൈസൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ, പുറത്തേക്ക് ചുമ്മാ ഒക്കെ പോകുമ്പോൾ എന്താ ഇടുന്നത്? മരം കൊണ്ടുള്ള ഇതാ. അത് കുതിരക്കുളമ്പടി എന്ന് പറയുന്ന പോലെ മനുഷ്യക്കുളമ്പടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ അകലെ വരുമ്പോഴേ ഈ ശബ്ദം കേൾക്കുന്നു. ഇപ്പം ചില പിള്ളേർ ഈ പി എന്ന് ഒച്ച വയ്ക്കുന്ന ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക, ഷൂ ഇടാറുണ്ട്. ബൾബ് വെട്ടവും ഉണ്ടാകും, പ്രകാശം ഉണ്ടാകും, ഒച്ചയും കേൾക്കും, ഇല്ലേ? എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് അതാണ് ഈ പറഞ്ഞതിൻ്റെ കാലൊച്ച. കർത്താവിൻ്റെ വരവിൻ്റെ കാലൊച്ച കേൾക്കാറായപ്പോൾ വരവടുത്തു എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതെവിടെയാ കേൾക്കുന്നത്? ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, അകത്തെ മനുഷ്യൻ്റെ അന്തരാളം കൊണ്ട് കേൾക്കുകയാണ്.
അതുകൊണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം പ്രവചനം നിറവേറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ദൈവമക്കൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? വിശ്വസ്തനും ബുദ്ധിമാനുമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അങ്ങനെയാണെങ്കിൽ 2011 നമ്മൾ 90% ലക്ഷണങ്ങളും പ്രവചനങ്ങളും നിറവേറി തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നാം എത്ര വേഗത്തിൽ ഒരുങ്ങേണ്ടതാണ്? എങ്ങനെ ഒരുങ്ങണം? നാം വിശ്വസ്തരായി മാറിക്കൊണ്ടിരിക്കണം, നാം ബുദ്ധിമാന്മാരായി മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. വിഷയത്തിലേക്ക് വേഗം കടന്നു വരട്ടെ. അതുകൊണ്ട് ഈ അധ്യായത്തിന് ശേഷം പറഞ്ഞിരിക്കുന്ന 25-ാം അധ്യായത്തിൽ 3 വിഷയത്തെക്കുറിച്ചാണ് 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ 3 വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തനും ബുദ്ധിമാനും ആകേണ്ട ചില ഉദാഹരണങ്ങളെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതാ. 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 13-ാമത്തെ വാക്യം വരെയുള്ള 1-ാമത്തെ ഖണ്ഡികയിൽ 10 കന്യകമാരുടെ ഉപമയാണ് കർത്താവായിരിക്കുന്ന യേശു പറഞ്ഞു കൊടുത്തത്. യേശു പറഞ്ഞു കൊടുത്തത്. രണ്ടാമത് 14-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 30-ാമത്തെ വാക്യം വരെയുള്ള ആ വേദവാക്യങ്ങളിൽ വേദഭാഗത്തിൽ താലന്തുകളുടെ വ്യാപാരത്തിൻ്റെ ഉപമയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വീണ്ടും അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ 46-ാമത്തെ വാക്യം വരെയുള്ള 3 കന്യകകളിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഭൂലോകത്തിലുള്ള ജാതികളെ ന്യായം വിധിക്കുന്ന ചരിത്ര സംഭവമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് 25-ാം അധ്യായത്തിലെ ആദ്യത്തെ വിഷയം? 10 കന്യകമാരുടെ മണവാളനെ കാത്തിരുന്ന 10 കന്യകമാരുടെ ഉപമ. രണ്ടാമത് താലന്തുകൾ വ്യാപാരം ചെയ്യുന്ന ഉപമ. മൂന്നാമത് തേജസ്സിന്റെ സിംഹാസനത്തിലെ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യായവിധിയാണ് വിഷയം. അതുകൊണ്ട് ഈ 3 വിഷയത്തിലൂടെ കർത്താവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നത്, നിങ്ങൾ അതുകൊണ്ട് വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായി കർത്താവിൻ്റെ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തെ കന്യകമാരുടെ ഉപമയിൽ 10 കന്യകമാരുടെ ഉപമയിൽ നാം ആർക്ക് വേണ്ടി കാത്തിരിക്കണം? മണവാളന്റെ എതിരേൽപ്പനായിട്ട് നാം കാത്തിരിക്കണം. രണ്ടാമത്തെ താലന്തുകളുടെ വ്യാപാരത്തിൽ നാം ആർക്ക് വേണ്ടി കാത്തിരിക്കണം? ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് അവൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അതെന്തിനു വേണ്ടി കേട്ടാ? ആ താലന്തുകൾ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി വർദ്ധിപ്പിക്കണം. എന്നിട്ട് അവൻ മടങ്ങി വന്ന് കണക്ക് ചോദിക്കുമ്പോൾ താലന്തുകളെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചവന് അതിന് തക്കവണ്ണമുള്ള സമ്മാനങ്ങളും പ്രതിഫലങ്ങളും കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം നമുക്കറിയാം. 5 ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് എത്രയാക്കിയിട്ടുണ്ട്? 5 കൂടെയാക്കി 10 ആക്കിയിട്ടുണ്ട്. 2 ലഭിച്ചവനോ 2 കൂടെ കൂട്ടി 4 ആക്കിയിട്ടുണ്ട്. എന്നാൽ 1 ലഭിച്ചവനോ അവനത് വ്യാപാരം ചെയ്യാതെ, യജമാനന്റെ കൽപ്പനയെ ഗവനിക്കാതെ, അവൻ്റെ സ്വയ അഭിപ്രായ പ്രകാരം, അവൻ്റെ സ്വന്തം ബുദ്ധി പ്രകാരം അവൻ അത് കൊണ്ടുവന്ന് ഏറിയ ഇത്രയല്ലോ യജമാനം വന്ന് ചോദിക്കുമ്പം വ്യാപാരം ഉണ്ടാക്കാനും പറ്റി എനിക്ക് മനസ്സില്ല, യജമാനൻ്റെ താലന്തങ്ക് കൊടുത്താൽ മതിയല്ലോ, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്ത് ചെയ്തിട്ടുണ്ട്? കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാ. എന്നിട്ട് ആ യജമാനൻ വന്നു കഴിഞ്ഞപ്പോൾ 5 കിട്ടിയവൻ 10 ആക്കി കൊണ്ടുവന്നപ്പോൾ എന്താ അവിടെ പറയുന്നതെന്ന് നമുക്കറിയാം. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 2 ലഭിച്ചവൻ 4 കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെയാ പറയുന്നത്. അതിൻ്റെ 23-ാം വാക്യം, അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 5 അവന് കൊടുത്തല്ലോ, അവന് 10 കിട്ടിയല്ലോ എന്നാരും വിഷമിക്കേണ്ടതില്ല. ഇപ്പുറത്ത് 2 കൊടുത്തിട്ട് അവനും എത്രയാക്കി? ആദ്യം 5 കൊടുത്തവനും ഇരട്ടിയാക്കി, ഇവിടെ 2 കൊടുത്തവനും ഇരട്ടിയാക്കി. ഇരട്ടി അധ്വാനിച്ചു എന്നുള്ള കർത്താവിൻ്റെ പോയിന്റിൽ 2 പേരും
ഒരുപോലെ തുല്യരാ. എന്നാൽ അതാണ് അതിൻ്റെ 100 കിട്ടിയാൽ എത്രയാക്കിയേക്കണം? 200 ആക്കിയേക്കണം. 10 കിട്ടിയാലോ 20 ആക്കിയേക്കണം. അപ്പോൾ അത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ട് ആരും മാനസിക ക്ലേശമുണ്ടാകേണ്ട കാര്യമില്ല. കർത്താവ് നോക്കുന്നത് അവന് ഞാൻ കൊടുത്തതിൻ്റെ ഇരട്ടി, ഇവനും കൊടുത്തതിൻ്റെ ഇരട്ടി. രണ്ടുപേരും മാനസികമായി അകത്തെ മനുഷ്യൻപരമായി ഒരുപോലെയാ. അതുകൊണ്ട് രണ്ടുപേരോടും എന്താ പറഞ്ഞത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. എന്നാൽ ഒരുത്തന്നെ അതിൻ്റെ കാര്യം എന്താ? 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന യജമാനനെ, അവൻ്റെ സംബോധന നോക്കിക്കേ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. കർത്താവിനെ അവൻ എങ്ങനെയാ വിളിച്ചത്? വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുന്നവനും വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുന്നവനുമായ ഒരു കഠിന മനുഷ്യനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഭയമുണ്ടായി. ഞാൻ നീ തന്നെ ആ താലന്ത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പം എടുത്ത് തന്നേക്കാമെന്നാണ് പറയുന്നത്. അവൻ ഒരു വലിയ കാര്യം ചെയ്ത പോലെ ആയിരിക്കണത്. കുഴിച്ചു വയ്ക്കാനാണോ കൊടുത്തത്? ഇവൻ എത്ര നേടിയാൽ മതിയായിരുന്നു? എനിക്കൊന്ന് കിട്ടി, അവൻ എത്ര നേടണമായിരുന്നു? ഒന്നോടെ നേടിയാൽ മതിയായിരുന്നു. 3 പേർക്കും ഒരുപോലെയാകാമായിരുന്നു. അതുകൊണ്ട് ഈ കർത്താവ് പറയുന്ന പല കണക്കുകളും പല ഉദാഹരണങ്ങളും ഉപമകളും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ, ലോകത്തിൻ്റെ നിയമത്തിലൂടെ, മനുഷ്യൻ്റെ മനുഷ്യബുദ്ധിയിലൂടെ, അവൻ്റെ ജ്ഞാനത്തിലൂടെയൊക്കെ നോക്കുമ്പോൾ ഒരുപിടി അപാകത പോലെ തോന്നുക. ശരിയല്ലേ? പക്ഷെ കർത്താവ് നോക്കിയത് എന്താ? അവൻ്റെ മനോഭാവം. 5 കിട്ടിയവൻ 5 വർദ്ധിപ്പിച്ചെങ്കിൽ, 2 കിട്ടിയവൻ 4 ആക്കിയെങ്കിൽ, 1 കിട്ടിയവനും എത്രയാക്കാമായിരുന്നു? 2 ആക്കാമായിരുന്നു. പക്ഷേ അവൻ്റെ കഠിന അധ്വാനത്തിലും ഒക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. ആക്കിയത് ഇരട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവനവൻ്റെ അവസ്ഥ അറിഞ്ഞ്, അവനവൻ്റെ ദേഹം തേകി ആത്മാവിൻ്റെ അവസ്ഥ അറിഞ്ഞ്, അവനവൻ്റെ സമ്പത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ്, അവനവൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ അറിഞ്ഞും തന്നെയാ കർത്താവ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുപോലെ പറയുകയല്ല, പിന്നെയോ ഇരട്ടി നേടുക, ഇത്രയേ ഉള്ളൂ. ആ കാര്യത്തിൽ ഇവൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. അവിടെ യജമാനൻ അവനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതിനെ യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. അതാണ് അവൻ തിരിച്ചു വിളിച്ചത്. ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന എൻ്റേത് പലിശയോടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. നിനക്കൊരു കാര്യം ചെയ്യാമല്ലോ, അത് നിലത്ത് കൊണ്ടുവന്ന് കുടിച്ചു വെക്കണോ? നമ്മുടെ ഭാഷയിൽ അതാ ഗവൺമെൻറ് ബാങ്കിൽ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നല്ലോ, സുരക്ഷിതമായിരുന്നല്ലോ. നീ നിലത്ത് കൊണ്ട് കുടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതിനും ഒരു നിസ്സാര പലിശ കിട്ടൂല്ലേ? ഇല്ലേ? നിനക്ക് ആ പലിശയുമായിട്ട് എൻ്റെ അടുക്കൽ വരാമായിരുന്നല്ലോ. അങ്ങനെയാ അതിൻ്റെ ആശയം. അന്ന് ബാങ്കും പലിശ ഇടിയിലൊന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. അപ്പോൾ പൊൻവാണിഭക്കാരുണ്ടായിരുന്നു, അവിടെയാണ് പണം ഏൽപ്പിക്കുന്നത്. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോട് കൂടെ വാങ്ങുമായിരുന്നല്ലോ. അപ്പോൾ കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ഞാനത് നിനക്ക് കിട്ടുന്ന പലിശയോട് കൂടെ ഞാൻ തന്നേച്ചാൽ മതി. അപ്പം എന്താ, വ്യാപാരം ചെയ്ത പോലെ തന്നെ ആകുമായിരുന്നല്ലോ. മറ്റവരത് വേറെ വിധത്തിലാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവനെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിച്ചു. നമുക്കറിയാം. മറ്റവരോട് പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അപ്പോൾ ഇവിടെ എന്താ കർത്താവ് പറഞ്ഞു? വിശ്വസ്തനും ബുദ്ധിമാനുമായിരിക്കണമെന്ന്. ഇവിടെ കർത്താവ് ഈ ഉപമയിൽ കൂടെ പറയുകയാ, നല്ലവനും വിശ്വസ്തനുമായിരിക്കണമെന്ന്. നല്ലവനും വിശ്വസ്തനുമായിരിക്കണമെന്ന്. ഇനി അത് കൂട്ടി പറഞ്ഞേ, വിശ്വസ്തനും നല്ലവനും ബുദ്ധിമാനുമായിരിക്കണം. എന്തിന്? കർത്താവിൻ്റെ വരവിൻ്റെ നാളുകളിൽ ദൈവമക്കൾ അപ്രകാരമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എന്താണെന്നറിയാവോ? തേജസ്സിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരുന്നു കൊണ്ട് ജാതികളെ തൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇടയൻ അന്ന് ചെമ്മരിയാടും കോലാടും തമ്മിൽ തിരിക്കുന്ന പോലെ, ഇതൊക്കെ അവിടെ പരിചയമുള്ള അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. തിരിക്കുന്ന പോലെ ഈ ജാതികളെ അങ്ങ് തിരിച്ചു. ഒരു ഭാഗം ആളുകളെ വലത്തും, തിരിച്ച യേശുവിൻ്റെ വലത്തും, മറ്റേ ആളുകളെ ഇടത്തും നിർത്തി. ഇതിൻ്റെ അക്ഷരികമായ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് സഭയെ ചേർത്തുകൊണ്ട് പോയിട്ട് സ്വർഗത്തിലെ വിവാഹമൊക്കെ നടന്ന്
രാജ്ഞിയാക്കി ലോകത്തെ ഭരിക്കാൻ, 1000 കൊല്ലം ഭരിക്കാൻ ഇങ്ങോട്ട് വരുന്ന തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ തൻ്റെ കാല് നിൽക്കുന്നത് ഒലിവുമല 2ആയി കീറിയിട്ട് കാണുന്ന പുതു സ്ഥലത്താണ്. അങ്ങനെ വന്ന് ഈ ലോകത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ താൻ ഭരിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ തന്നോടുകൂടെ ചേർക്കുവാൻ യഹൂദന്മാരെ അന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ന്യായപ്രമാണപ്രകാരം അവരെ വിധിച്ചിട്ട് അതിൽ ജയിച്ചവരെ തൻ്റെ രാജ്യഭരണത്തിലേക്ക് കൊണ്ടുവരുന്നു, തോറ്റവരെ മാറ്റിവിടുന്നു. അതുപോലെ തന്നെ ആ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ, പലസ്തീൻ നാടിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന മധ്യപൗരസ്ത്യ ദേശത്ത് കിടക്കുന്ന ജാതികളെയാണ് കൂട്ടുന്നത്. ലോകമൊട്ടുക്കുള്ള ജാതികളല്ല, ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന ആളുകളെയാണ് കൂട്ടുന്നത്. അവരോട് പറഞ്ഞത് എന്താ? വലത്തുള്ളവരോട് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നീ വന്നു കണ്ടു, എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നു, എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, സാധു സംരക്ഷണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നന്മ പ്രവൃത്തികൾ എന്നൊക്കെ ഇന്ന് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ. അപ്പം അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ ജീവിതകാലത്ത്, നീ എന്തായി പറയുന്നേ? ഒരു പരിചയവും തോന്നിയില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. കാരണം പഞ്ചമുറിവുകളോടുകൂടെ തേജസ്കരിക്കപ്പെട്ട കർത്താവ് തേജസ് പരത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരാളെ അവരുടെ ജീവിതകാലത്ത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ? അപ്പം പറഞ്ഞു, ഈ ചെറിയവരിൽ, അതാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്? ഇസ്രായേൽ ജാതികൾ ന്യായപ്രമാണ പ്രകാരം വിജയികളായി നിൽക്കുന്ന തൻ്റെ സ്വജാതിക്കാരായ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കാ ചെയ്തത്. ഞാനത് അങ്ങനെ കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പം നിങ്ങളെ ഇതിനകത്തേക്ക് ഈ യഹൂദന്മാരെ പോലെ കയറ്റാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇടത്തുള്ളവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ലോകത്തിൽ, പക്ഷേ നിങ്ങളാരും എന്നെ വന്ന് കണ്ടില്ല, എനിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഇടത്തുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ പറയുന്ന ഒരു വിധത്തിലും നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും നീ പറഞ്ഞതിലപ്പുറം ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാതിരുന്നത് മുഴുവൻ എനിക്ക് ചെയ്യാതിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട് പോകുവിൻ, പിശാചനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് അവിടുത്തെ സംഭവം. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ യഹൂദന്മാര് പലസ്തീൻ നാട്ടിൽ മുഴുവൻ വന്നു കൂടിയിരിക്കും. അവൻ മധ്യപൗരസ്ത്യ ദേശത്തിരുന്നു കൊണ്ട് ഭൂലോകത്തെ മുഴുവൻ 7 കൊല്ലം അടക്കി ഭരിക്കുമ്പോൾ 3 കൊല്ലം സുഭിക്ഷമായ ഒരു ഭരണമായിരിക്കും. അന്ന് യഹൂദന്മാർ വരുവാനുള്ള മശികായാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്നുവരെ അങ്ങ് വിശ്വസിച്ച് അവനോട് ചേർന്ന് പോകും. എന്നാൽ 3.5 കൊല്ലം കഴിയുമ്പോൾ ന്യായപ്രമാണത്തിനെതിരായ നിലയിൽ വിജാതീയരായ ആളുകൾക്ക്, നല്ല മനസാക്ഷിയുള്ളവർക്ക് എതിരായ നിലയിൽ ഒക്കെയും ആൻറ്റി ക്രൈസ്റ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഇവൻ വരുവാനുള്ള മശിക അല്ല എന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. യഹൂദന്മാരെ ശക്തമായി കൊല്ലുവാനും ഉപദ്രവിപ്പാനും വേണ്ടി അവൻ നിയമത്തെ കർശനമാക്കി അവരുടെ സിനഗോഗുകളിലും അവരുടെ ദേവാലയത്തിലും എല്ലാം തൻ്റെ തന്നെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് വിഗ്രഹാരാധന നടത്താനൊക്കെ പറയുമ്പോൾ മരിച്ചു വീഴുന്ന ഒത്തിരി യഹൂദന്മാരുണ്ട് ന്യായപ്രമാണ പ്രകാരം എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അങ്ങനെ ഓടിപ്പോകുന്ന യഹൂദന്മാരുണ്ട്, വസ്ത്രമിട്ട് ഓടുന്നവര്, വെള്ളം കുടിക്കാൻ കിട്ടാതിരിക്കുന്നവര്, വസ്ത്രം ധരിക്കാനില്ലാത്തവര്, വിശപ്പടക്കാൻ നിർവാഹമില്ലാത്തവര്, ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്, ഒരു സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് ഒക്കെ ആക്കിയിരിക്കുന്നവർ, അങ്ങനെയുള്ള ഈ തരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന ആ യഹൂദന്മാർക്ക് മനസാക്ഷിയുള്ള ജാതികൾ, ദൈവവിശ്വാസമുള്ള ജാതികൾ വന്നിട്ട് ഇതെല്ലാം കൊടുത്ത് അവരെ അങ്ങോട്ട് സംരക്ഷിച്ചു. ഒരു നല്ല ദാനധർമ്മ പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു നന്മ പ്രവൃത്തി, ഒരു കാരുണ്യ പ്രവൃത്തി അവർ ചെയ്തു കൊടുത്തു എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പശ്ചാത്തലത്തിലാണ്, അതാണ് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അന്ന് പലസ്തീൻ നാട്ടിൽ ചുറ്റുപാടും പാർക്കുന്ന ജാതികളെ ഒരുമിച്ച് കൂട്ടി ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ന്യായം വിധിച്ച് കോലാടുകളെ അതിന് പുറത്തേക്കും ചെമ്മരിയാടുകളെ ഈ സഹസ്രാബ്ദ വാഴ്ചയിലേക്കും പ്രവേശിക്കും. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ഭരണത്തിൻ്റെ അകത്തെ സർക്കിളിൽ ആരെല്ലാം ഉണ്ട്? താനാണ് രാജാവായി ഭരിക്കുന്നത്. തൻ്റെ ചുറ്റും 12 സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇവരെ ഭരിക്കാനും 12 സിംഹാസനത്തിൽ അപ്പോസ്തലന്മാരുണ്ട്, ഇവരെ ന്യായം വിധിക്കാനും 12
രണ്ട് സിംഹാസനത്തിൽ അപ്പോസ്തലന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ആ അപ്പോസ്തലന്മാരുടെ പിൻപിൽ നിൽക്കുന്നത് തൻ്റെ കാന്തയാണ്, തൻ്റെ കാന്തയാ. എന്നാൽ ഭരിക്കാനും വിധിക്കാനുമുള്ള അധികാരം ഈ ലോകത്തിലായിരുന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് കൊടുത്തത് അന്ന് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ വേദഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്തിനാ ഈ 3 വേദഭാഗം ഇപ്രകാരം പറഞ്ഞിട്ട് നിങ്ങൾ നല്ലവരായിരിക്കണം, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, നിങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കണം എന്ന് പറഞ്ഞത്? ഈ 3 ഉദാഹരണങ്ങളിലൂടെ ആ കാര്യം തെളിവാക്കി കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? 10 പേര് കാത്തിരുന്ന് അവരും അടുത്തു, മണവാളൻ വന്നില്ല. അപ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. ഒരു രാത്രികാലമാ, സന്ധ്യ മുതൽ കാത്തിരിക്കുന്നതാ, വരാൻ താമസിക്കുകയാ. അങ്ങനെ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങിയ അർദ്ധരാത്രി സമയത്ത് ആര് വന്നു? മണവാളൻ വന്നു. അതിൻ്റെ എതിരേൽപ്പിന് പുറപ്പെട്ടോളാൻ ആഹ്വാനം കൊടുത്തു. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും വിളക്ക് തെളിയിച്ചു. എന്താ സംഭവിച്ചത്? ബുദ്ധിയുള്ള 5 പേരുടെ വിളക്ക് തെളിഞ്ഞു. എന്നാൽ മറ്റ് ബുദ്ധിയില്ലാത്ത 5 പേരുടെ വിളക്ക് തെളിഞ്ഞെങ്കിലും കെട്ടുപോയി. ഇവരുടെ കെട്ടുപോയില്ല. എന്താ കാരണം? വിളക്ക് തെളിയിച്ചിട്ട് 10 പേരും തെളിയിച്ചിട്ട് 5 പേരുടെ കെട്ടും പോയി, 5 പേരുടെ കെടാതിയും ഇരുന്നു. എന്താ കാരണം? 2 പേരുടെയും കയ്യിലിടുന്ന വിളക്ക് തുല്യമായിരുന്നു. ഈ ബുദ്ധിയില്ലാത്ത 5 പേരുടെയും ബുദ്ധിയുള്ള 5 പേരുടെയും കയ്യിലിടുന്ന വിളക്ക് തുല്യമായിരുന്നു. അതിനകത്തുള്ള എണ്ണയുടെ അളവും തുല്യമായിരുന്നു, ലേശം മാത്രം. ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനത് വളരെ എളുപ്പമാണ്. ഗ്യാസ് സ്റ്റവ് കൊണ്ട് നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. പെട്ടെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വെന്ത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ആ സ്റ്റൗവിൻ്റെ അവിടെ തന്നെ ഓഫ് ചെയ്യും. തൽക്കാലം അത് മതിയാകും. എന്നാൽ ഇനി അടുത്ത സമയത്തൊന്നും അത് സ്റ്റാർട്ട് ചെയ്യണ്ട എന്ന് നമ്മൾ എവിടെയും കൂടെ ഓഫ് ചെയ്യും? സിലിണ്ടറിൻ്റെ അവിടെ ഓഫ് ചെയ്യും. സിലിണ്ടറിൻ്റെ അവിടെ ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് അതിൻ്റെ പേരെന്നാ? നമ്മൾ ലൈറ്റർ എന്നാണോ? ലൈറ്റർ കത്തിക്കുന്നത്. ഏത് വിധത്തിലും കത്തിക്കാം. അതെടുത്താണെങ്കിൽ വളരെ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റവ് കത്തുന്ന കാണാം. കത്തിത്തീരുന്നത് ഇതങ്ങോട്ട് കെട്ടും പോകും. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മാത്രമല്ല ഓഫ്, അവിടെയും ഓഫാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് പെട്ടെന്ന് അപ്പോൾ ആ കത്തിയത് എന്താ? ആ കുഴലിൽ, സിലിണ്ടറിൽ നിന്ന് സ്റ്റൗവിലേക്ക് വരുന്ന ഈ കുഴലിൽ എന്തുണ്ടായിരുന്നു? അല്പം ഗ്യാസ് ഉണ്ടായിരുന്നു. അതാണ് ആ അല്പം ഗ്യാസ് അവിടെ ഇരിക്കുമ്പോഴാണ് എവിടെ പോയി ഓഫ് ചെയ്തത്? സിലിണ്ടർ ഓഫ് ചെയ്തത്. അതുകൊണ്ട് ആ ഗ്യാസ് സിലിണ്ടറിലേക്കും പോകത്തില്ല, സ്റ്റൗവിലേക്കും വരത്തില്ല. അത് അതിനകത്ത് ഇരിക്കുകയാണ്. അതാണ് നമ്മൾ സ്റ്റൗവിൻ്റെ അവിടെ ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ഇത് കത്തുകയും പെട്ടെന്ന് കെടുകയും ചെയ്തത് എന്ന് പറഞ്ഞ പോലെയാണ് സംഭവിച്ചത്. അപ്പോൾ 2 പേരുടെയും വിളക്കിൽ എണ്ണ തുല്യമായിരുന്നു. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? ബുദ്ധിയുള്ള കന്യകമാര് വിളക്ക് തെളിയിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കറിയാം അതിനകത്ത് എണ്ണ അല്പമേ ഉള്ളൂ എന്ന്. എന്നാൽ അവരെ ഒരു സ്പെഷ്യൽ പാത്രത്തിൽ എണ്ണ ശേഖരിച്ച് ആരും കാണാതെ വണ്ണം അവർ സൂക്ഷിച്ചിരുന്നു തന്നിൽ തന്നെ. ഞാൻ പണ്ട് കാലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ഇതങ്ങ് തീ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പ് ഊരി പെട്ടെന്ന് ഈ വിളക്കിലേക്ക് എണ്ണ കൊടുത്തു. അതിന് കിടണ്ട താമസം വന്നില്ല. ആ എണ്ണ തീരെ വറ്റി കിട്ടുന്ന ആടയൊക്കെ നമ്മുടെ പണ്ടത്തെ വിളക്കൊക്കെ നനഞ്ഞിരുന്നാലും ഒരു 5 മിനിറ്റ് നേരം കത്തും, ഇല്ലേ? ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കത്തും. 10 മിനിറ്റ് നേരം കത്തിയിട്ട് കരിന്തിരി ആയിട്ടങ്ങ് കിട്ടുപോകുന്ന കാണാം. മറ്റവർ എന്ത് ചെയ്തെന്നറിയാവോ? പാത്രത്തിൽ എണ്ണ എടുത്തില്ല. ആകപ്പാടി എവിടെ എണ്ണയുള്ളൂ? വിളക്കിൽ മാത്രമേ എണ്ണയുള്ളൂ. അതങ്ങനെ ശ്രദ്ധിച്ചില്ല. വിളക്കിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചില്ല. വിളക്കിൽ എണ്ണയുണ്ടല്ലോ എന്ന് ഓർത്തു. 2 പേരുടെ ഓർമ്മ ശരിയാ. പക്ഷേ ഒരാളുടെ 5 പേരുടെ എവിടെ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ വിളക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് എന്നാൽ ഒരു കയ്യിൽ വിളക്കും അരിക്കയും ലാമ്പും മറ്റേ കയ്യിൽ മണ്ണെണ്ണയുള്ള കന്നാസും പിടിച്ചവനാണോ ഇവർ നടന്നേ? അല്ലല്ല. അത് കാണാൻ മേലായിരുന്നു. ഈ 5 പേരുടെ പാത്രത്തിലെ എണ്ണ കാണാൻ മേലായിരുന്നു. എന്താ ഈ പറഞ്ഞു വന്നത്? ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ എന്താണ് എന്നുള്ളതിന് ഒരുപിടി വ്യാഖ്യാനങ്ങളുണ്ട്. ക്രമാനുഗതമായി ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്ന മർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ എണ്ണയുടെ വ്യാഖ്യാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ അന്ധകാര കാലം കഴിഞ്ഞ് മാർട്ടിൻ ലൂതറിനാൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകുകയുള്ളൂ എന്നുള്ള മർമ്മം മനസ്സിലായി കഴിഞ്ഞപ്പോൾ, കർമ്മത്താൽ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ കർമ്മത്താലും പുണ്യപ്രവൃത്തികളാലും ആരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്ന് കത്തോലിക്കാ സഭയിലെ കർദിനാളായിരുന്ന മാർട്ടിൻ ലൂതർ അന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തനിക്ക് ആ അനുഭവം പ്രാപിപ്പാനും ആ അനുഭവത്തിന് വേണ്ടി നിലകൊള്ളാനും ഇടയായി. അതാണ് നവീകരണ കർത്താവ് എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ 16-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ തൻ്റെ അറിവിലും പഠനത്തിലും എന്താണ് ഈ വിളക്കിലെ എണ്ണ? അത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കൽപ്പെട്ടാൽ മാത്രം പോരാ, പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, അങ്ങനെ പെട്ടുവരുന്ന ആളുകൾ അവരായിരുന്ന മണ്ഡലങ്ങളിലേക്ക് പോയാൽ പറ്റത്തില്ല. അവർ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണമെന്നിങ്ങനെ കാഴ്ചപ്പാടുണ്ടായി. ഇന്നത്തെ ഈ ബ്രദറൻ ചർച്ച് പോലെയൊക്കെ ഉള്ള കാഴ്ചപ്പാടുണ്ടായി. അപ്പോൾ എന്താണ്, അപ്പോൾ എണ്ണ എന്തായിട്ട് മാറി? മാനസാന്തരം മാത്രമല്ല, പിന്നെയോ സ്നാനവും വിശുദ്ധിയും വേർപാടും ഒക്കെ ആണ് എന്തെന്ന് പറഞ്ഞു, ഈ എണ്ണ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. കുറച്ചുകൂടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടുമായിട്ടില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ പ്രാപിച്ച് കൃപാവരങ്ങളും ഫലങ്ങളുമുള്ളവരായി ജീവിക്കണം, കൃപാവരങ്ങൾ സഭയ്ക്ക് വേണ്ടി ജ്വലിപ്പിക്കണം എന്നുള്ള ആ ഉപദേശവും അനുഭവവും ടീച്ചിങ്ങും ഉണ്ടായവരെയാണ് പിന്നെന്തെന്ന് വിളിച്ചത്? പെന്തക്കോസ്ത് കാരെന്ന് വിളിച്ചത്. അതുകൊണ്ട് അവസാനം ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? അത് അഭിഷേകമാണെന്നും അതുപോലെ അത് പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നു. എന്നാൽ എണ്ണയ്ക്ക്, അതുപോലെ വീഞ്ഞിന്, അതുപോലെ വെള്ളത്തിന്, അതുപോലെ കാറ്റിന്, ഇതെല്ലാം എന്തിനെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വചനത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ വചനത്തെയും നിങ്ങൾക്കറിയാമല്ലോ. നല്ല ശമരിയക്കാരൻ്റെ ഉപമ കർത്താവ് പറയുമ്പോൾ, ആ മുറിവേറ്റ് കിടന്നവനെ നല്ല ശമരിയക്കാരൻ തൻ്റെ വാഹനത്തിൻ്റെ ആ മൃഗത്തിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് അവന് നടത്തിയ ഫസ്റ്റ് എയ്ഡിൽ എന്താ പറയുന്നത്? എണ്ണയും വീഞ്ഞും പകർന്ന്. കണ്ടോ? അപ്പോൾ എണ്ണയും വീഞ്ഞും സ്റ്റോക്ക് ഉണ്ട് ഇവൻ്റെ കയ്യിൽ. ആ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവേറ്റവന് വച്ച് കെട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ അവനെ വണ്ടിപ്പുറത്ത് കയറ്റി, വാഹനം മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതിനാ സത്രത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്. വഴിയമ്പലത്തിൽ, സത്രത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, എണ്ണയും വീഞ്ഞും പകർന്ന് എന്ത് ചെയ്തു? മുറിവ്. അപ്പോൾ അതൊരു ഔഷധം കൂടെയാണ്, അല്ലേ? ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഔഷധം കൂടെയാണ് എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ നല്ല ശമരിയക്കാരൻ്റെ ഉപമ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമ്പോൾ, ആ നല്ല ശമരിയക്കാരൻ പകർന്ന മുറിവേറ്റവന് കൊടുത്ത എണ്ണയും വീഞ്ഞും എന്താണെന്നറിയാവോ? അത് സമുദായങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പലതരത്തിലാണ്. വേർപാടുകാർ ചിലപ്പം അത് വചനവും ആത്മാവുമാണെന്ന് പറയും. എണ്ണയും വീഞ്ഞും രണ്ടും ശരിയാ. എണ്ണയ്ക്കും വീഞ്ഞിനും എന്തെന്ന് അർത്ഥമുണ്ട്? പരിശുദ്ധാത്മാവെന്ന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ യാക്കോബായ സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാമോദീസായും കുർബാനി എന്ന, ഏത് ഈ എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത്. എന്തെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, എന്നാൽ ഇന്ന് വരെ ദൈവദാസന്മാർക്ക് വെളിപ്പെട്ട ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്ന നല്ലവനും വിശ്വസ്തനും ബുദ്ധിമാനുമായിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, പരസ്യമായ ജീവിതത്തിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. അനേകർ രഹസ്യ ജീവിതത്തിൽ നല്ലവനാണ്, ബുദ്ധിമാനാണ്, വിശ്വസ്തനാണ്. എന്നാൽ അവൻ്റേതായ വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ നല്ലവനുമല്ല, ബുദ്ധിമാനുമല്ല, വിശ്വസ്തനുമല്ല. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, അകം വെടിപ്പാക്കിക്കോ, പുറം താനെ വെടിപ്പെട്ടുള്ളൂ. നിങ്ങൾ പുറം വെടിപ്പാക്കാൻ മെനക്കെടണ്ട. അകം വെടിപ്പായാൽ പുറം താനെ വെടിപ്പായിക്കൊള്ളും. എന്നാൽ പുറം വെടിപ്പാക്കി എന്നതുകൊണ്ട് ആരുടെയും അകം വെടിപ്പാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കൽപ്പനയാ, അകം വെടിപ്പാക്കുവീൻ, പുറം താനെ വെടിപ്പായിക്കൊള്ളും. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച്, നമ്മുടെ രഹസ്യ ജീവിതം സംബന്ധിച്ച് നമുക്ക് വേണ്ട പരസ്യ ജീവിതത്തിൽ വേണം. അപ്പം ഞാൻ പറഞ്ഞത്, രഹസ്യ ജീവിതം അങ്ങനെയാണെങ്കിൽ അവൻ പരസ്യ ജീവിതത്തിൽ മറ്റേപ്പാട് ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത്, രഹസ്യ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ നല്ലവനായിട്ട് ഇരിക്കുന്നുവെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ അവൻ വിശ്വസ്തനായി ഇരിക്കുന്നുവെങ്കിൽ, പരസ്യ ജീവിതത്തിൽ അവൻ ബുദ്ധിമാനായി ഇരിക്കുന്നുവെങ്കിൽ, അവൻ പരസ്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുള്ളൂ?
നല്ലവനും ബുദ്ധിമാനും വിശ്വസ്തനുമേ ആകത്തുള്ളൂ. എന്നാൽ അതല്ലാതെ മറ്റവനിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. ആ രഹസ്യ ജീവിതത്തിലെ അകത്തെ മനുഷ്യനുള്ള അനുഭവമാണ് അവനിൽ നിന്ന് പരസ്യ ജീവിതത്തിലേക്കും പുറത്തേക്കും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അകത്തെ മനുഷ്യനിൽ അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ഇങ്ങനെ അല്ലാതിരിക്കുകയും വെറും അഭിനയങ്ങൾ കൊണ്ടും അനുകരണങ്ങൾ കൊണ്ടും മനുഷ്യൻ എന്താകാനും പറ്റും? നല്ലവനായിട്ട് അഭിനയിക്കാനും ബുദ്ധിമാനായിട്ട് അഭിനയിക്കാനും അതുപോലെ തന്നെ വിശ്വസ്തനായിട്ട് അഭിനയിക്കാനുമൊക്കെ കഴിയും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, പിശാച് ഒരു അഭിനയക്കാരനാണ്. പിശാച് ഒരു അഭിനയക്കാരനാണ്. അവൻ ഈ അഭിനയം മാത്രമേ ഉള്ളൂ. അവൻ സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടും, എല്ലാവരുടെയും വേഷം കെട്ടും, കർത്താവിൻ്റെ വേഷം കെട്ടും, അപ്പോസ്തലന്മാരുടെ വേഷം കെട്ടും, പ്രവാചകന്മാരുടെ വേഷം കെട്ടും, എല്ലാവരുടെയും വേഷം കെട്ടിയിട്ടുള്ള പരിപാടിയാണ്. അതാണ് അഭിനയം എന്ന് പറയുന്നത്. അഭിനയം എന്ന് പറയുന്നത് ഒരു നല്ല ഡ്രാമ നാടകം ഒക്കെ എൻ്റെ കാലത്ത് നടക്കുമ്പോൾ, ഇപ്പം അതൊന്നും വേണ്ട, വേറെ ഒരുപിടി കാര്യങ്ങളായല്ലോ, നടക്കുമ്പോൾ വലിയ രാജാക്കന്മാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ വേഷം കെട്ടി വരുന്നുണ്ട് ആളുകൾ. കണ്ട അതാന്ന് തന്നെ തോന്നുള്ളൂ. ആ നാടകം തീരുന്നത് വരെയും അവൻ ആരായിട്ട് അഭിനയിച്ചേ? രാജാവായിട്ട്. പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെ ആരെങ്കിലും തൊഴാൻ പോവോ? അത് അഭിനയമല്ലേ? അവന് കാശ് കിട്ടി, അത്രയേ ഉള്ളൂ. ഒന്നുമില്ലാത്ത കൂലിവേലക്കാരൻ ആരായിട്ട് അഭിനയിച്ചു 5 മണിക്കൂർ നേരത്തേക്ക്? അപ്പം ഈ അഭിനയം പിശാചിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അത് അവൻ്റെ ജോലിയാണ്. അവൻ്റെ ഒരു പ്രത്യേക സ്പിരിറ്റ് വഴിയുമ്പോൾ നാം എല്ലാം അഭിനയിക്കാൻ തുടങ്ങും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുഴപ്പം, അവന് അനുകരണപ്രേമികളാണ്. അഭിനയമല്ല, അനുകരിച്ചാക്കുക. ഈ അഭിനയത്തെക്കാൾ കുറെ കൂടെ നല്ലതാ എന്ത്? അനുകരണം. അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, അതുകൊണ്ട് അനുകരണം ദൈവമക്കൾ നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അഭിനയത്തെക്കാൾ നല്ലതാ അനുകരണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അനുകരിച്ച് നമുക്ക് നേടാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കുറെ അനുസരിക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു, പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പലരുടെ നല്ല സ്വഭാവങ്ങളെ, നല്ലതായിട്ടുള്ള കാര്യങ്ങളെ ഒരു കാലഘട്ടം വരെ അനുകരിക്കാനും, അനുകരണം ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ സ്വഭാവ രീതിയാക്കി മാറ്റാനും വരെ നമുക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഭിനയവുമല്ല, അനുകരണവുമല്ല. അപ്പം ഞാൻ പറഞ്ഞത്, അകത്ത് അഭിനയിച്ചു, പുറത്ത് അഭിനയിച്ചും അനുകരിച്ചും കൊണ്ട് നല്ലവനും ബുദ്ധിമാനും വിശ്വസ്തനുമാകാൻ കഴിയും. എന്നാൽ അത് കർത്താവ് നോക്കത്തില്ല. അകം എങ്ങനെ ഇരിക്കുന്നുവെന്നാണ് നോക്കുന്നത്. അകത്ത് യഥാർത്ഥമായി ദൈവജീവനാൽ അത് സംഭവിച്ചെങ്കിൽ, വചനത്താൽ അത് സംഭവിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിച്ചുവെങ്കിൽ നിശ്ചയമായും ആ മനുഷ്യൻ്റെ പുറത്തെ ജീവിതവും അവൻ്റെ പുറത്തെ മനുഷ്യനും അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു കൊടുത്തത് 3 ഉപമകളിൽ കൂടെ 25-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തത്, നല്ലവനും വിശ്വസ്തനും ബുദ്ധിമാനുമായി നീ തീരണം. അവരുടെ മേൽ ആക്കി വച്ചിരിക്കുന്ന നല്ലവനും ബുദ്ധിമാനുമായിരിക്കുന്ന ദാസൻ ആരാകുന്നു? അവൻ്റെ വരവ് എപ്പോൾ വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പിൻ. എങ്ങനെ ഒരുങ്ങണം? നല്ലവനായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അല്പത്തിൽ വിശ്വസ്തനെ എവിടെയാക്കത്തുള്ളൂ? അധികത്തിൽ വിശ്വസ്തനാക്കത്തുള്ളൂ. അനീതിയുടെ മാമോനിൽ വിശ്വസ്തനാകാത്ത ഒരുത്തനെയും കർത്താവ് ആത്മീയ കാര്യത്തിലാക്കത്തില്ല. അനീതിയുടെ മാമോൻ എന്ന് പറയുന്നത് ആരാ? ധനം, സമ്പത്ത്, അതിൻ്റെ മറുപേരല്ലേ? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. അനീതിയുള്ള കാര്യവിചാരകന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനീതിയുടെ മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായി ഇരുന്നില്ല എങ്കിൽ സത്യമായത് നിങ്ങൾക്ക് ആരും ഏൽപ്പിച്ച് തരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ടിട്ട് മരിക്കുന്നിടം വരെ ഈ ലോകത്തിലെ ജീവിതം, ഈ ലോകത്തിലെ തൊഴിൽ, ഈ ലോകത്തിലെ ശുശ്രൂഷകൾ, ഈ ലോകത്തിലെ അവൻ എന്തായിരിക്കുന്നോ അത് മുഴുവൻ ഇവിടെ നമ്മുടെ വരുമാന മാർഗങ്ങളും ഉപജീവന മാർഗങ്ങളും സ്ഥാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ആണെങ്കിൽ പോലും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതത്തിൽ നമ്മളെ ആക്കി തീർക്കേണ്ട ടെസ്റ്റുകളാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് പാസ്സാകുന്നവരെ മാത്രമേ തൻ്റെ കാര്യത്തിനായിട്ട് വിളിക്കാനായിട്ട് തനിക്ക് കഴിയത്തുള്ളൂ, ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയാണ് പറഞ്ഞ പോലെ മരട്ടിച്ചാലി പോയപ്പോഴാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. പഴയ നിയമത്തിൽ ആരെ നോക്കിയാലും പുതിയ നിയമത്തിൽ ആരെ നോക്കിയാലും അവർ ഭൗതികമായ ഒരുപിടി കാര്യാദികളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരുന്ന, അതിൽ വിശ്വസ്തരായി ഇരുന്ന, നല്ലവരായിരുന്ന, ബുദ്ധിയോടെ പ്രവർത്തിച്ച ആളുകളെ മാത്രമാണ് കർത്താവ് പഴയ നിയമത്തിൽ വിളിച്ചിട്ടുള്ളതും പ്രത്യേകിച്ച് പ്രവാചകന്മാരായിട്ടും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരായിട്ടും വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അത് വലിയ ഒരു എക്സാമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചേക്കുന്ന ആത്മീകമായ വിഷയത്തിൽ ഇച്ചിരി മെച്ചപ്പെട്ടിരുന്നാൽ മതി, ഭൗതിക വിഷയത്തിൽ നമുക്ക് തോന്നുന്ന പോലെ എന്തും ആകാമെന്ന ഇല്ല, ഒരിക്കലുമില്ല. ആത്മീകമായ വിഷയം എന്ന് പറഞ്ഞാൽ കർത്താവൊന്നും ഏൽപ്പിച്ചതല്ല. നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ സാക്ഷ്യം പറയുന്നു, നമ്മൾ ടൈത്ത് കൊടുക്കുന്നു, അങ്ങനെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു ഒക്കെ ഒരു സമൂഹത്തിൻ്റെ ചട്ടഘട്ടങ്ങൾ അനുസരിച്ച് ലോകത്തിൽ എല്ലാ മനുഷ്യനും പോകുന്ന പോലെ നമ്മളിതിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ല. അതല്ല ഞാൻ പറഞ്ഞ കാര്യം. കർത്താവ് തൻ്റെ എന്തെങ്കിലും ശുശ്രൂഷകളും താൻ ഏതെങ്കിലും സ്ഥാനത്തും വിളിച്ചാക്കണമെങ്കിൽ എന്തായിരിക്കണം? അനീതിയുടെ മാമോനിൽ വിശ്വസ്തനാകാത്ത ഒരുവിനെയും കർത്താവ് ചെയ്യത്തില്ല. അല്പത്തിൽ ഇവിടെ വിശ്വസ്ത കാണിക്കാത്ത ഒരുത്തിനെയും അധികത്തിൽ ആക്കത്തില്ല. അത് വളരെ വ്യക്തമാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ യജമാനനും ദാസന്റെ കാലമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏത് സേവിക്കണം നാം തീരുമാനിക്കേണ്ടത്. ഇനി നമ്മൾ ബലാത്കാരം ചെയ്ത് ഇത് ഞാനും നിങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ബലാത്കാരം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ഈ ജീവിതചര്യ എന്ന് പറയുന്നത് ബലാത്കാരികൾ ബലാത്കാരം ചെയ്ത് ദൈവരാജ്യത്തെ കീഴടക്കി നേടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ലവനും വിശ്വസ്തനും ബുദ്ധിമാനുമായിരുന്നു കൊണ്ട് 90% അന്ത്യകാല പ്രവചനങ്ങൾ നിറവേറി 10% നിറവേറാൻ ആയിട്ടുള്ള ഈ അന്ത്യനാളുകളിൽ, ഈ ലവോദിക്യ സഭയുടെ പീരിയഡിൽ ആത്മീകമായി പറഞ്ഞാൽ നാം സകലത്തിലും വിശ്വസ്തരും നല്ലവരും ബുദ്ധിമാന്മാരുമായി പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നു കൊണ്ട് അവൻ്റെ വരവിൽ ചേർക്കപ്പെട്ടും അവൻ്റെ കാന്തയും അവൻ്റെ രാജ്ഞിയും ആയിത്തീരത്തക്കവണ്ണം സ്വഭാവത്തിൻ്റെ പരിവർത്തനത്താലും ജീവിതത്തിൻ്റെ പരിവർത്തനത്താലും ശുശ്രൂഷ അവൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തും ആക്കി തീർക്കുവാൻ ദൈവമായ കർത്താവ് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച ഈ ദൈവശബ്ദം കേട്ട എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ താല്പര്യത്തോടെ പരിശ്രമിച്ച് ബലാത്കാരം ചെയ്ത് നേടിയെടുക്കുവാൻ ദൈവകൃപയെ പ്രാപിക്കുകയും അപ്രകാരം ഒരു തീരുമാനം ചെയ്യുകയും ചെയ്ത് പിരിഞ്ഞു പോയാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം കർത്താവ് ധന്യമാക്കി തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കതിനായി സഹായിക്കാൻ പറഞ്ഞു തരും. ദൈവത്തിൻ്റെ വചനത്തിലും അതിനായി ദൈവം നമ്മെ അയക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ അകത്തെ മനുഷ്യനിൽ പ്രബലപ്പെട്ടു വരുമ്പോൾ താൻ ആഗ്രഹിക്കുന്ന ഏതൊരവസ്ഥയിലേക്കും കടന്നു പോകുവാൻ എല്ലാവർക്കും സാധിക്കും. കർത്താവ് അങ്ങനെ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.